ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചരിത്രം. ഇന്ന് റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണുള്ളത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ ബസിലിക്ക ഒരു സാധാരണ മീൻപിടുത്തക്കാരൻ്റെ കല്ലറയിൽ നിന്ന് തുടങ്ങി ക്രൈസ്തവ ലോകത്തിൻ്റെ ഹൃദയവും കലയുടെയും വാസ്തുവിദ്യയുടെയും ഒരു അത്ഭുതവുമായി മാറിയതിൻ്റെ കഥയാണ് ഈ ബസിലിക്ക. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചരിത്രം ഇന്നത്തെ ദേവാലയത്തിൽ നിന്നല്ല, അതിലും പഴയ ഒരു ദേവാലയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനും ആദ്യത്തെ മാർപ്പാപ്പയുമായ വിശുദ്ധ പത്രോസിനെ റോമിൽ വെച്ച് തലകീഴായി കുരിശിൽ തറച്ചു കൊന്നു അദ്ദേഹത്തെ വത്തിക്കാൻ കുന്നിൽ അടക്കം ചെയ്തുവെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. 4-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ഒന്നാമൻ ക്രിസ്തുമതം സ്വീകരിച്ച ശേഷം വിശുദ്ധ പത്രോസിൻ്റെ കല്ലറയുടെ മുകളിൽ ഒരു ബസിലിക്ക പണിയാൻ ഉത്തരവിട്ടു. പഴയ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ നിർമ്മാണം 319-322 കാലഘട്ടങ്ങളിൽ തുടങ്ങി 349 പൂർത്തിയായി. 5 ഇടനാഴികകളുള്ളതും ലാറ്റിൻ കുരിശിൻ്റെ ആകൃതിയിലുള്ളതുമായ ഈ കെട്ടിടത്തിന് ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നു. ഈ ബസിലിക്ക പാശ്ചാത്യ ലോകത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറി. പല മാർപ്പാപ്പമാരുടെയും സ്ഥാനാരോഹണങ്ങൾ ഇവിടെ വച്ചാണ് നടന്നത്. ഏകദേശം 1000 വർഷക്കാലം ഈ ദേവാലയം നിലനിന്നു. എന്നാൽ 15-ാം നൂറ്റാണ്ടോടെ ഇത് പുനർനിർമ്മിക്കേണ്ട അവസ്ഥയിലായി. പഴയ ദേവാലയത്തിന് പകരം പുതിയ ഒരു ദേവാലയം പണിയാനുള്ള തീരുമാനം ഒരു വലിയ മുന്നേറ്റമായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ പോപ്പ് നിക്കോളാസ് 5 ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പിന്നീട് പോപ്പ് ജൂലിയസ് 2 ഇത് പൂർണ്ണമായി ഏറ്റെടുത്തു. ഈ പുതിയ നിർമ്മാണം ഇറ്റാലിയൻ നവോത്ഥാന കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെയും കലയുടെയും ഒരു പ്രതീകമായി മാറി. 1506 പോപ്പ് ജൂലിയസ് 2 പുതിയ ബസിലിക്കയുടെ തറക്കല്ലിട്ടു. ഡൊണാറ്റോ ബ്രമാന്തെ എന്ന വാസ്തുശില്പിയെയാണ് രൂപകൽപ്പനയ്ക്കായി ചുമതലപ്പെടുത്തിയത്. ഗ്രീക്ക് കുരിശിൻ്റെ ആകൃതിയിൽ വലിയ താഴികക്കുടത്തോടുകൂടിയ ഒരു ദേവാലയമാണ് ബ്രമാന്തെ വിഭാവനം ചെയ്തത്. എന്നാൽ ബ്രമാന്തയുടെ മരണശേഷം റാഫേൽ, അന്തോണിയോ തുടങ്ങിയ വാസ്തുശില്പികൾ ഈ പദ്ധതി ഏറ്റെടുത്തു. അവർ ലാറ്റിൻ കുരിശിൻ്റെ ആകൃതിയിലേക്ക് ദേവാലയത്തിൻ്റെ രൂപരേഖ മാറ്റി എഴുതി. 1546 71-ാമത്തെ വയസ്സിൽ മൈക്കലാഞ്ചലോ ബസിലിക്കയുടെ പ്രധാന ശില്പിയായി. അദ്ദേഹം രൂപകൽപ്പന ലളിതമാക്കി. ഗ്രീക്ക് കുരിശിൻ്റെ ആകൃതിയിലേക്ക് മടങ്ങിപ്പോവുകയും താഴികക്കുടത്തിൻ്റെ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് താഴികക്കുടത്തിൻ്റെ രൂപരേഖ പൂർത്തിയാക്കി. കൂടുതൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ ആവശ്യമായ സ്ഥലം ലഭ്യമാക്കുന്നതിനായി പോപ്പ് പോൾ 5 കാർലോ മദർനോയെ നിയമിച്ചു. അദ്ദേഹം പള്ളിയുടെ പ്രധാന ഭാഗം കിഴക്കോട്ട് നീക്കി അതിനെ വീണ്ടും ലാറ്റിൻ കുരിശിൻ്റെ ആകൃതിയിലാക്കി. ബസിലിക്കയുടെയും ചുറ്റുമുള്ള സ്ഥലത്തിൻ്റെയും അവസാനത്തെ വികസനത്തിന് നേതൃത്വം നൽകിയത് ബറോക്ക് വാസ്തുവിദ്യ കാലഘട്ടത്തിലെ പ്രമുഖ ശില്പിയായ ജിയാൻ ലോറൻസോ ബെർണിനിയാണ്. അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറും അവിടുത്തെ സ്തംഭനിരകളും രൂപകൽപ്പന ചെയ്തു. പള്ളിക്കുള്ളിൽ വിശുദ്ധ പത്രോസിൻ്റെ കല്ലറയ്ക്ക് മുകളിലുള്ള പ്രശസ്തമായ വെങ്കല ബൽഡാച്ചീനോ നിർമ്മിച്ചതും ബെർണിനിയാണ്. പുതിയ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക 1626 നവംബർ 18 പ്രതിഷ്ഠിക്കപ്പെട്ടു. ആദ്യ ബസിലിക്കയുടെ പ്രതിഷ്ഠ കഴിഞ്ഞ കൃത്യം 1300 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് നടന്നത്. 120 വർഷത്തിലേറെ എടുത്ത ഈ നിർമ്മാണത്തിൽ അനേകം തൊഴിലാളികളും ലോകപ്രശസ്തരായ കലാകാരന്മാരും വാസ്തുശില്പികളും പങ്കെടുത്തു. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഒരു വാസ്തുവിദ്യാ വിസ്മയം മാത്രമല്ല, ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ്. പുരാതന റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് മധ്യകാലഘട്ടത്തിലെ മാർപ്പാപ്പ ഭരണത്തിലേക്കും പിന്നീട് നവോത്ഥാന ബറോക്ക് കാലഘട്ടത്തിലെ മഹത്വത്തിലേക്കും നടന്ന മാറ്റങ്ങളെ ഇത് അടയാളപ്പെടുത്തുന്നു. ഇതിൻ്റെ വലിപ്പവും മനോഹരമായ അലങ്കാരങ്ങളും സമ്പന്നമായ ചരിത്രവും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും
സന്ദർശിക്കപ്പെടുന്നതുമായ മതപരവും സാംസ്കാരികവുമായ സ്ഥലങ്ങളിൽ ഒന്നായി ഇതിനെ നിലനിർത്തുന്നു.